ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞ് ആ റഡാർ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് പകരമുള്ള ഒരു എക്യുപ്മെൻറ്റാണ്. അത് മനുഷ്യൻ അതിന് നമ്മൾ തന്നെ എഫേർട്ട് ഇട്ടാൽ അല്ലെങ്കിൽ അധികം ലുക്കൗട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ റഡാറിൻ്റെ പ്രശ്നം ഓവർകം ചെയ്യാൻ ഒക്കും ഒരു പരിധി വരെ. ചെന്ന് വെച്ചാൽ ഒരു ഷിപ്പ് ഓപ്പോസിറ്റായിട്ട് വരുന്നു, നമ്മൾ ഒരാൾ റഡാർ ഉണ്ടെങ്കിൽ ബ്രിഡ്ജിൽ നാവിഗേഷൻ ചെയ്യുന്നത് ബ്രിഡ്ജിലാണ്, നാവിഗേഷൻ എക്യുപ്മെൻറ്റ്സ് ഉള്ളതും നാവിഗേഷൻ എല്ലാം ചെയ്യുന്നതും ബ്രിഡ്ജിൽ നിന്നാണ്. പക്ഷേ അവിടെ റഡാർ ഉണ്ടെങ്കിൽ നമുക്കൊരു ഹ്യൂമൻ എയ്ഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മിഷൻ എയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളിന് പകരം രണ്ടാളിന് പകരം ഒരാൾ മതി. പക്ഷേ റഡാർ ഇല്ലെങ്കിൽ നമുക്ക് ഒരാളിന് പകരം ചിലപ്പോൾ 2 പേരോ 3 പേരോ 4 പേരോ ഇട്ടാൽ മതി. ഒരു ഷിപ്പിന് 2 ബ്രിഡ്ജ് വിങ്സ് ഉണ്ട്, പോർട്ടും സ്റ്റാബോർഡും. അവിടെ ലുക്കൗട്ട്സ് ഉണ്ട്. സാധാരണ ഒരാളാണ് പോർട്ട് സൈഡിലും ഒരാളാണ് സ്റ്റാബോർഡ് സൈഡിലും ഇടുന്നത്. അവരിങ്ങനെ 2 വശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും, കപ്പലുകൾ വരുന്നുണ്ടോ, ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നുണ്ടോ, നമ്മുടെ സെയിം സൈഡിൽ വരുന്നുണ്ടോ, സ്പീഡ് വരുന്നുണ്ടോ, അവരുടെ എങ്ങോട്ടാണ് ഗതി. പക്ഷേ ഈ റഡാർ ഇല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് പകരം ചിലപ്പോൾ 2 പേര് നോക്കേണ്ടി വരും. ചിലപ്പോൾ രാത്രിയിൽ കുറച്ചും കൂടെ ഡേഞ്ചറസ് ആയിരിക്കും സിറ്റുവേഷൻ. പക്ഷേ കപ്പലിന് പോകാൻ തന്നെ ഒക്കും. റഡാർ നന്നായില്ല അല്ലെങ്കിൽ കേടായില്ല, അതുകൊണ്ടായിരിക്കാം ആ ഒരു ഫാക്ടറിയുടെ കണക്കാക്കിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഷിപ്പിംഗ് കോർപ്പറേഷൻ പറഞ്ഞത് റഡാർ നമുക്ക് ജിബൂട്ടിയിലെത്തുമ്പം നന്നാക്കാനുള്ള ആൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ടെക്നീഷ്യനും ഈ റഡാർ നമുക്ക് നന്നാക്കാൻ, ഷിപ്പിലെ ക്രൂവിന് നന്നാക്കാൻ ഒക്കത്തില്ല. അത് അതിൻ്റെ ടെക്നീഷ്യൻ തന്നെ വേണം. ആ ടെക്നീഷ്യനെയും അത് കേടായ മോട്ടറിനെയും ജിബൂട്ടിയിലേക്ക് അയക്കാമെന്ന് അന്ന് ഷിപ്പിംഗ് കോർപ്പറേഷൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ക്യാപ്റ്റനും. അന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു അടിയന്തരാവസ്ഥ ഇങ്ങോട്ട് കഴിഞ്ഞു വരുന്ന ഒരു കാലയളവായിരുന്നു. കേരളത്തിൽ അന്ന് 3 ചീഫ് മിനിസ്റ്റേഴ്സാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആദ്യം കരുണാകരൻ ഭരിച്ചു. ആ സംഭവം ശരിക്കും നടക്കുന്ന സമയത്ത് CH മുഹമ്മദ് കോയയായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പം കേരളത്തിലും ഒരു സുസ്ഥിര ഭരണം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കേന്ദ്രത്തിലും മൊറാർജി ദേശായി ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കേരളത്തിൻ്റെ വകയായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ വകയായിട്ടും നടക്കേണ്ട, വളരെ ഊർജിതമായിട്ട് നടക്കേണ്ട അന്വേഷണങ്ങളൊന്നും ഒരു സുസ്ഥിര ഗവൺമെൻറ് ഇല്ലാഞ്ഞതുകൊണ്ട് നടന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു പറയാനുള്ളത്. കാരണം അവർക്ക് ഒരു ഇൻ്റർനാഷണൽ പരമായിട്ട് അല്ലെങ്കിൽ അന്ന് ലോയേഴ്സ് രജിസ്റ്റർ ഉണ്ടായിരുന്നു. അവർക്ക് ആരെങ്കിലും അവരുടെ വകയായിട്ടൊരു അന്വേഷണം നടക്കാം, അല്ലെങ്കിൽ ജിബൂട്ടിയുടെ വകയായിട്ടൊരു അന്വേഷണം നടക്കണം, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വകയായിട്ട് അന്വേഷണം, ഈ 3 അതോറിറ്റീസിൻ്റെ വകയായിട്ട് അന്വേഷണങ്ങൾ നടക്കണം. പക്ഷേ അന്ന് നടന്ന അന്വേഷണങ്ങളൊക്കെ വളരെ താമസിച്ചും വളരെ ദുർബലവുമായ അന്വേഷണങ്ങളായിരുന്നു. അതുപോലെ ശക്തമായ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം അല്ലെങ്കിൽ കൈരളിയെ കണ്ടെത്തുക തന്നെ ചെയ്തേനെ. കൈരളിയെക്കുറിച്ച് ഒന്നും തന്നെയും കണ്ടെത്തിയില്ല എന്ന് നമുക്ക് പറയാം. ഒരു പുറപ്പെട്ട് 3 ദിവസം വരെ, അന്ന് നമുക്കറിയാം അന്ന് ഇന്നത്തെ കൂട്ടുള്ള സാറ്റലൈറ്റ് ഫോണുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് റേഡിയോ കമ്മ്യൂണിക്കേഷനാണ് സംഭവിക്കുന്നത്. ബോംബെ റേഡിയോ വഴിയാണ് കൈരളിയുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം വന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ 3 ദിവസം വരെ ബോംബെ റേഡിയോ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടിയിരുന്നു. 4ാമത്തെ ദിവസം തൊട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടിയില്ല. പക്ഷേ ഇത് അവർക്കറിയാമെങ്കിലും നമ്മൾക്ക് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞാണ് മീഡിയ വരെ അറിയുന്നത് ഇങ്ങനെ ഒരു കപ്പലിൻ്റെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ 2 ആഴ്ച കഴിയുമ്പോഴുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂ, വളരെയേറെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. എനിക്ക് കൂടുതൽ വിവരങ്ങൾ അറിയത്തില്ല, എന്നാലും എനിക്ക് അറിയാവുന്നത് ഈ കപ്പലിൻ്റെ വിലയേക്കായും കൂടുതൽ നമ്മുടെ ഇൻഷുറൻസ് തുക കപ്പലിന് ലഭിച്ചു. അങ്ങനെ അന്ന് നഷ്ടത്തിലായിരുന്ന ഷിപ്പിംഗ് കോർപ്പറേഷൻ ലാഭത്തിലായി മാറി. അന്ന് നഷ്ടത്തിൽ വന്ന് ക്ലോസ് ചെയ്യേണ്ടതായിരുന്നു ഷിപ്പിംഗ് കോർപ്പറേഷൻ, പക്ഷേ അത് ലാഭത്തിലായി മാറി. പക്ഷേ ഈ ആളുകൾക്ക് അവർ കേസ് കൊടുക്കുകയും അന്ന് അവർ മൊറാർജി ദേശായിയുടെ ഗവർണർ ഉണ്ടായിരുന്നത് ജ്യോതി വെങ്കടാചലമായിരുന്നു കേരളത്തിൻ്റെ ഗവർണറത്തെ പോയി കണ്ട് ഈ 51 പേരുടെയും കുടുംബങ്ങൾ വെങ്കടാചലത്തെ പോയി കണ്ട് അവർ അപേക്ഷകൾ സമർപ്പിക്കുകയും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അവർക്ക് തുച്ഛമായ എമൗണ്ട് മാത്രമാണ് അന്ന് അവർക്കൊരു കോമ്പൻസേഷൻ കിട്ടിയത്. അപ്പം ഞാൻ ഒരു കപ്പൽ യാത്രക്കാരനാണ്, എനിക്കറിയാം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ സുക്കോത്രയുടെ തീരത്ത് ചെന്ന് നങ്കൂരമിടുന്ന ഒരു കപ്പലിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും. എൻ്റെ ഈ നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആലോചിക്കാം, കപ്പലിന് നമ്മൾ 2 ദിവസവും കൂടെ 8ാമത്തെ ദിവസം പോയി ഇന്ധനവും ഭക്ഷണവും എടുക്കേണ്ടതാണ്.
അപ്പം നമ്മുടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കറിയാം കപ്പൽ കിടക്കുന്നത് കടൽ വെള്ളത്തിലാണ്. അപ്പം നമുക്ക് ഭക്ഷിക്കാനും ആഹാരവും വേണം, കുടിക്കാൻ ശുദ്ധജലവും വേണം. ഇത് രണ്ടും എൻജിൻ ഓടുന്നില്ലെങ്കിൽ, കപ്പൽ ഓടുന്നില്ലെങ്കിൽ നമുക്ക് വെള്ളം ഉണ്ടാക്കാൻ വലിയ പാടാണ്. ഇപ്പം ആ കപ്പലിൽ അങ്ങേയറ്റം നമുക്ക് സേവ് ചെയ്യാൻ ഒക്കുന്നത് ഒരു മാസത്തേക്കിന് അല്ലെങ്കിൽ 2 മാസത്തേക്കിനുള്ള വെള്ളമാണ്. അങ്ങേയറ്റം ഞങ്ങളുടെ ഇപ്പോഴത്തെ കപ്പലുകൾക്ക് ഒരു 6 മാസം വരെയുള്ള വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അന്നത്തെ കപ്പലിനൊരു ഞാൻ 2 മാസത്തേക്കിന് ഞാനൊരു കുറച്ച് സ്റ്റഡി നടത്തിയപ്പോൾ 2 മാസത്തേക്കിന് ശേഖരിക്കാനുള്ള വെള്ളമുണ്ട്. അപ്പം അവർ കുറച്ച് നാൾ 1 മാസം അവിടെ കിടന്നു. അതിനുശേഷം ഭക്ഷണവും വെള്ളവും തീർന്നു വരാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാനൊക്കും? അപ്പം സുഖോത്ര എന്ന് പറയുന്ന ഐലൻഡിൻ്റെ ഏറ്റവും അടുത്താണ് ലോകത്തിലെ ഏറ്റവും ഉള്ള കപ്പൽ ചാനൽ, സുയസിലേക്ക് പോകുന്ന കപ്പൽ ചാനൽ ഏതാണ്ട് 60 മൈൽ ദൂരേ ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ അവർക്കൊരു ഓപ്ഷനാണ്, സുഖോത്ര അന്ന് റഷ്യൻ നേവിയുടെ കയ്യിലാണ്. അപ്പോൾ കുറച്ച് പേർക്ക് വേണമെങ്കിൽ അങ്ങനെ അവിടെ എൻ്റെ നോവൽ പറയുന്നത് പ്രകാരം, എൻ്റെ അതൊരു ഇതാണ്, ഫിക്ഷനാണ്, കുറച്ച് പേര് കരയിലേക്കും പോയി, അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. കുറച്ച് പേര് കരയിലേക്കും പോയി, കുറച്ച് പേര് കപ്പൽ ചാനലിലേക്കും പോയി. പക്ഷേ ക്യാപ്റ്റൻ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. പോയവർ രക്ഷപ്പെടാനുള്ള കാരണങ്ങൾ നോവൽ വായിച്ചാൽ അറിയാം. പോയവർ രക്ഷപ്പെട്ടിട്ടില്ല.